കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 35 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. അവൻ അവരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിജാതീയരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും ചെയ്യുവിൻ. പിശാചുക്കളെ ബഹിഷ്കരിക്കുക. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ അംബ്രോസിനെ പ്രത്യേകം അനുസ്മരിക്കുന്നു. അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തി പോലും ആയിരുന്നില്ല മെത്രാനാകുന്ന സമയത്ത്. മെത്രാനാകാൻ വേണ്ടി ജ്ഞാനസ്നാനം, പൗരോഹിത്യം അതെല്ലാം ഒറ്റയടിക്ക് സ്വീകരിച്ച് മെത്രാഭിഷേകം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തി, നല്ല ജോലിയൊക്കെ ചെയ്ത് വക്കീൽ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയ സമയത്താണ് മിലാനിൽ ഒരു മെത്രാനെ നിയമിക്കണം. ഇനി അവിടെ ആര്യൻ പാഷണ്ഡതക്കാരും കത്തോലിക്കരും തമ്മിൽ ഭിന്ന അഭിപ്രായമുണ്ടായി. അങ്ങനെ വന്ന് ഒരു പ്രശ്നത്തിലിരിക്കുകയാണ് ഈ വ്യക്തിയെ വളരെ അവിടെ സമാധാനപരമായിട്ട് ഈ ഒരു കാര്യം നടത്താൻ വേണ്ടി നിയോഗിച്ചു. ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ അവിടെ നിന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു കൊച്ചിൻ്റെ ശബ്ദം ഒരു ശിശു വിളിച്ചു പറഞ്ഞു, അംബ്രോസ് തന്നെ മെത്രാൻ. അപ്പം അതിനെ അവരെല്ലാവരും അനുകൂലിച്ചു. അങ്ങനെയാണ് ഇദ്ദേഹം മെത്രാനായത്. പണ്ഡിതനായ വ്യക്തി, തൻ്റെ ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരുന്ന വ്യക്തി, അതെല്ലാം ദരിദ്രർക്കും സഭയ്ക്കുമായിട്ട് മാറ്റിവെച്ചിട്ട് അദ്ദേഹം ഈ ഒരു ശുശ്രൂഷ ഏറ്റെടുത്തു. പിന്നീട് കത്തോലിക്ക വിശ്വാസം ഡിഫെൻഡ് ചെയ്യുവാനായിട്ട്, സംരക്ഷിക്കുവാൻ വേണ്ടി ഒരുപാട് അധ്വാനിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ അംബ്രോസ്. ഇദ്ദേഹം പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകി വരുന്നത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരിലേക്കാണ്. ജീവിത വിജയത്തിന് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് അധ്വാനശീലം. അദ്ദേഹം പറഞ്ഞത് അത് ഭൗതിക തലത്തിലാണേലും ആത്മീയ തലത്തിലാണേലും അനുഗ്രഹം വരുന്നത് ഉറക്കം തൂങ്ങിയിരിക്കുന്നവരിലേക്കല്ല, അധ്വാനിക്കുന്നവരിലേക്കാണ്. പറയട്ടെ, നമ്മുടെ ജീവിതത്തിലാണേലും ഉയർച്ച വേണമെങ്കിൽ, ആത്മീയ ഉയർച്ചയാണെങ്കിലും അതിന് ആവശ്യമായ ഒരു കാര്യമാണ് അധ്വാനശീലം. നന്നായിട്ട് അധ്വാനിക്കുന്നവരിലേക്കാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം ഒഴുകി വരുന്നത് എന്ന്. വിശുദ്ധ അംബ്രോസിൻ്റെ ആ ഒരു ജീവിതം അനുകരിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെയും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, ആത്മീയ വളർച്ച, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഭൗതിക ലോകത്ത് വലിയ നേട്ടങ്ങളുണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ സൗകര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അതെല്ലാം ഇട്ടെറിഞ്ഞ് അവസാനം ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി നിലകൊണ്ടത്. ഒരുപാട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് അത് ഉപകരിക്കുകയും ചെയ്തു. ഒരുപാട് പേരെ സത്യവിശ്വാസത്തിൽ നിലനിർത്തുവാനും
പാഷണ്ഡതയിലേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരുവാനുമൊക്കെ ഈ വിശുദ്ധന് സാധിക്കുകയും ചെയ്തു. ഇന്നത്തെ സുവിശേഷഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് ചെയ്തൊരു കാര്യം. കർത്താവ് സുഖജീവിതം നയിച്ച വ്യക്തിയല്ല, അലസനായി കഴിഞ്ഞ വ്യക്തിയല്ല എന്ന് നമുക്കറിയാം. അവൻ ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ ചുറ്റി സഞ്ചരിച്ച് അവൻ ചെയ്ത കാര്യം നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. സുവിശേഷം പ്രസംഗിച്ചു, ജനങ്ങളെ പഠിപ്പിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, ബന്ധിതർക്ക് മോചനം നൽകി. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഓടി നടന്ന ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു എന്ന് നമുക്കറിയാം. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത നിർദ്ദേശവും നമ്മൾ കാണുകയുണ്ടായി. പിന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കണം, ദാനമായി കിട്ടിയത് ദാനമായി നൽകണം. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയ യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. സുവിശേഷ വേല ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ചെയ്യാതിരുന്നാൽ ദുരിതം എന്നുള്ളത് 1 കൊറിന്തോസ് 9:16 വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന പൗലോസ് പറഞ്ഞത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അഹങ്കരിക്കാൻ എനിക്ക് വകയില്ല. അതേത് കാര്യമാണേലും ദൈവരാജ്യത്തിന് വേണ്ടി എത്ര വലിയ കാര്യം ചെയ്യുന്നവർക്കും അഹങ്കരിക്കാൻ വകയില്ല. പക്ഷേ അവിടെ തന്നെ പൗലോസിലെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇത് നമ്മളായിട്ട് വരുത്തി വെക്കുന്ന, നമുക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും സുവിശേഷ വേല നമ്മൾ കണ്ടെത്തണം, അത് ചെയ്ത് മുന്നോട്ട് പോകണം. കാരണം ഇതൊരു ക്രിസ്ത്യാനിയുടെ കടമയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. നമുക്കെല്ലാവർക്കും വചനപ്രഘോഷകരാകാനായിട്ട് സാധിച്ചെന്ന് വരില്ല, ധ്യാനഗുരുക്കന്മാരാകാൻ സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും സുവിശേഷ വേല ചെയ്യാൻ പറ്റും. അതിലൊരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മത്തായി 9:38 സന്ദേശം അതാണ്, വിളവധികം വേലക്കാരോ ചുരുക്കം. നിങ്ങൾ എന്ത് ചെയ്യണം? വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം. അത് നമുക്കറിയാം, ദൈവവിളി ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ജീവിത വിജയം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും ആവശ്യം. വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന, ഇതെല്ലാം ശക്തമാണ്, അതെല്ലാം ആവശ്യമാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ലോകം എങ്ങനെ പോയാലും, മ്ലേച്ഛതകൾക്ക് അടിമപ്പെട്ടാലും നമ്മൾ സുരക്ഷിതരാകാനുള്ള ഒരു മാർഗം വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എസെക്കിയേൽ 9-4 വചനത്തിൽ അത് നമ്മൾ കാണുന്നുണ്ട്. ഈ സമൂഹത്തിലെ പാപങ്ങൾ, മ്ലേച്ഛതകൾ അത് നടമാടുന്നത് കാണുന്നവർ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അതും അവിടെ പറഞ്ഞിരിക്കുന്നത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ, കരഞ്ഞ് വിലപിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ നെറ്റിയിൽ അടയാളമിടുക, അവരെ തൊട്ടുപോകരുത്, ഈ നാശത്തിൽ അവർ ഭാഗഭാക്കാകരുത് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇന്നത്തെ ആദ്യ വായന, നമ്മളെന്തെങ്കിലുമൊക്കെ സുവിശേഷ വേല ചെയ്യണമെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നേക്കാം, അത് സന്തോഷത്തോടെ എടുക്കണം. നമ്മൾ കാണുന്നത് പ്രഭാഷകൻ 2:1 വചനത്തിലും കാണുന്നത് ഇത് തന്നെയാണ്. കർത്തൃ ശുശ്രൂഷയ്ക്ക് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ക്ലേശങ്ങൾ, കഷ്ടതകൾ നിനക്കുണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിച്ച് തന്നെ പോകണം. അപ്പം ഇത് ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ ഒരിക്കലും ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയല്ല. കാരണം ഇറങ്ങിയാൽ പ്രശ്നം ഉണ്ടാവും. വേറെ ചിലർ പ്രാർത്ഥിച്ചിട്ടും എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നു, കുടുംബത്തിൽ വന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥന പോലും നിർത്തിയവരുണ്ട്. അപ്പോൾ പിന്നെ വലിയ കഷ്ടത, ദുരിതം അത് ഇതിൻ്റെ ഭാഗമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കാനേ പലരും നോക്കത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം, ആദ്യ വായനയുടെ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കണം. ദൈവത്തെ കാണാതെയും ദൈവത്തെ കേൾക്കാതെയും സുഖജീവിതം നയിച്ചിട്ട് ഒരു കാര്യമില്ല. സുഖജീവിതം അത് ഒരു ക്രിസ്ത്യാനിക്ക് ലക്ഷ്യമാക്കേണ്ടത് അതല്ല. അതിനേക്കാൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, അതിനിറങ്ങിത്തിരിക്കുമ്പോൾ ക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമെന്ന് ദൈവവചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, ക്ലേശങ്ങളുടെ നടുവിലും ദൈവത്തെ കാണാൻ പറ്റും. നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കില്ല.
നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും. നിൻ്റെ കാതിൽ പിന്നിൽ നിന്നൊരു സ്വരം നീ കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഇച്ചിരി ക്ലേശങ്ങൾ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചാലും നേർവഴിക്ക് പോകുന്നതല്ലേ നല്ലത്. അതിന് നമ്മെ സഹായിക്കുന്നത് ഈ സഹനങ്ങളാണ്. നമ്മുടെ വിശുദ്ധീകരണത്തിന് ഈ ക്ലേശങ്ങൾ നമ്മളെ സഹായിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ട ഒരാഗ്രഹം അതാണ് നമുക്കുണ്ടാകേണ്ടത്. എനിക്ക് വിശുദ്ധ ഫ്രാൻസിസ് സാലസിനോട് ഒരാൾ പറയുകയുണ്ടായി, എൻ്റെ അച്ഛാ, എനിക്ക് കർത്താവിനെ സ്നേഹിക്കാനും നല്ല ജീവിതം നയിക്കാനും അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പം ഫ്രാൻസിസ് സാലസ് പറഞ്ഞത്, നിൻ്റെ അതിയായ ആഗ്രഹം അത് തന്നെയാണ് നീ ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. അപ്പം അതുകൊണ്ട് ഇത് ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്നവർക്കാണ് ഒരിക്കൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നത് എന്ന ആ ഒരു തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ ഭൂമിയിൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ച് സ്വർഗത്തിലെത്താനുള്ള ദൃഢനിശ്ചയത്തോടെ നമ്മുടെ ജീവിതത്തിൽ മുന്നേറാം. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും വിശുദ്ധ അംബ്രോസിൻ്റെ മാധ്യസ്ഥം തേടുകയും ചെയ്യാം.